തായ്വാനെതിരെ ചൈന വീണ്ടും ഭീഷണി മുഴക്കുന്നു. അമ്പരപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ചൈന യുദ്ധസന്നാഹം ഒരുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. സാധാരണ സിവിലിയൻ കപ്പലുകൾ യുദ്ധക്കപ്പലുകളായി മാറുന്നു. കാറുകൾ കടത്തുന്ന ഫെറികളും ചരക്ക് കപ്പലുകളും തന്നെ. ഇവയെല്ലാം ഒരു രാത്രിയിൽ ആക്രമണ കപ്പലുകളായി മാറുന്നു. 100-ലേറെ സിവിലിയൻ കപ്പലുകൾ ചൈനീസ് സൈനികാഭ്യാസത്തോടൊപ്പം ചേർന്ന് ഗ്വാങ്ഡോങ് തീരത്ത് പരിശീലനം നടത്തുന്നു. തായ്വാനിൽ നിന്ന് വെറും 150 കിലോമീറ്റർ അകലെയാണിത്. യുദ്ധക്കപ്പലുകൾക്ക് പകരം സാധാരണ ഫെറി ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിനൊരു കാരണമുണ്ട്. തായ്വാൻ പിടിച്ചെടുക്കണമെങ്കിൽ ആദ്യം തന്നെ 3 ലക്ഷം മുതൽ 10 ലക്ഷം വരെ സൈനികരെ ദ്വീപിലിറക്കണം. ഇപ്പോഴത്തെ ചൈനയുടെ പ്രത്യേക ആംഫിബിയസ് കപ്പലുകൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് 20,000 പേരെ മാത്രം. അതുകൊണ്ട് യാത്രക്കാരെയും ചരക്കും കൊണ്ടുപോകുന്ന സാധാരണ കപ്പലുകളെ സൈനിക കപ്പലുകളാക്കി മാറ്റുകയാണ്. 1940-ൽ ഡെങ്കർക്കിൽ നിന്ന് 3.38 ലക്ഷം ബ്രിട്ടീഷ് സൈനികരെ രക്ഷിച്ചത് മീൻപിടുത്ത ബോട്ടുകളും യാട്ടുകളുമായിരുന്നു. ചൈന അതേ തന്ത്രം ആവർത്തിക്കുന്നു. ചൈന ഇപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ദ്വീപ് പണിയുകയാണ്. ഔദ്യോഗികമായി പറഞ്ഞാൽ മറൈൻ റിസർച്ച് പ്ലാറ്റ്ഫോം. ഇതിന് 78,000 ടൺ ഭാരമുണ്ട്. ഏകദേശം ചൈനയിലെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലിന് തുല്യമാണിത്. 238 ആളുകളുമായി 4 മാസത്തേക്ക് പുറം ലോകവുമായി ബന്ധമില്ലാതെ കടലിൽ തങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ പുറം ഭിത്തികളിൽ ആണവ ഷോക്ക് വേവ് ചെറുക്കാൻ പ്രത്യേക പാനലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഒരു ഗവേഷണ കേന്ദ്രത്തിന് ആണവാഘാതം തടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇത് വെറുമൊരു കപ്പലല്ല, ഇത് ചലിക്കുന്ന ഒരു സൈനിക താവളമാണ്. വിമാനങ്ങൾക്കും മിസൈലുകൾക്കും ആയുധങ്ങൾക്കും താങ്ങാവുന്ന ഒരു കടൽക്കോട്ട. 2028ഓടെ ഇത് സർവീസിൽ വരും. ചോദ്യം ഇതാണ്: ചൈന തായ്വാനെ ആക്രമിക്കുമോ? 3 കാര്യങ്ങൾ പറയാം. 1. ചൈന ഇനിയും തയ്യാറായിട്ടില്ല. സിവിലിയൻ കപ്പലുകൾ കൂടി ഉൾപ്പെടുത്തിയാലും ലക്ഷക്കണക്കിന് സൈനികരെ തായ്വാൻ തീരത്ത് ഇറക്കുക നിലവിൽ വലിയ റിസ്ക്കാണ്. 2. എതിർഭാഗവും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ഈ ആഴ്ച തന്നെ US-ൽ നിന്ന് $700 മില്യൺ മൂല്യമുള്ള പുതിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വാങ്ങാനുള്ള അംഗീകാരം തായ്വാൻ നൽകി കഴിഞ്ഞു. ഈ വർഷം പ്രതിരോധത്തിനായി ജപ്പാൻ $60 ബില്യൺ ചെലവഴിക്കുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് ആണവ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ വാങ്ങുന്നു. ഫിലിപ്പീൻസ് F-16 ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവ വാങ്ങുന്നു. മൂന്നാമതായിട്ട്, ഇത് ചൈനയ്ക്ക് സാമ്പത്തികമായി വലിയ ബാധ്യതയായി മാറും. ചൈനയുടെ എണ്ണയുടെ 3/4 കടൽ വഴിയാണ് വരുന്നത്. അതിന്റെ സമ്പദ് വ്യവസ്ഥയുടെ 20% കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. അതും കടൽ മാർഗമാണ്. കര ഉപരോധമോ നാവിക ഉപരോധമോ ഏർപ്പെടുത്തിയാൽ ചൈന പെട്ടുപോയത് തന്നെ. ചൈനീസ് സമ്പദ് വ്യവസ്ഥ മാസങ്ങൾക്കുള്ളിൽ ശ്വാസം മുട്ടും. ഷീ ജിൻപിങ്ങിന് ഇത് നന്നായി അറിയാം. അപ്പോൾ ഷീ യുദ്ധപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുകയാണോ? ഒരുപക്ഷെ അല്ല. ഇപ്പോൾ അത് യുക്തിക്ക് നിരക്കാത്തതാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ യുക്തി പരാജയപ്പെടുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്: ചൈന ഒരു യുദ്ധത്തിനായി തയ്യാറെടുക്കുക തന്നെയാണ്.